നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. PSC അടുത്തിടെ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്റ്ററി വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ ടെലഗ്രാം ചാനൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1931. 1931 നവംബർ മാസം 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരാണ്? കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി. പ്രസിഡന്റ് ആരാ? മന്നത്ത് പത്മനാഭനാണ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ AKG ആണ്, AK ഗോപാലൻ. അടുത്ത ചോദ്യം, ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരൻ സത്യാഗ്രഹം വർഷം 1917. ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം അല്ലെങ്കിൽ തുണിമിൽ സമരം വർഷം 1918. ഖേദ സമരം വർഷം 1918. നിസ്സഹകരണ സമരം 1920-22 കാലഘട്ടത്താണ്. നിസ്സഹകരണ സമരം നിർത്തലാക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാ? ചൗരി ചൗര ഇൻസിഡന്റ് ആണ്. ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922 ഫെബ്രുവരി മാസം 5 ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം. ജനങ്ങൾ പോലീസ് സ്റ്റേഷന് തീ കൊളുത്തുകയും 22 പോലീസുകാർ മരിക്കുകയും ചെയ്തു. അപ്പൊ ഈ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിച്ചു. ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തെ അദ്ദേഹം എന്തെന്ന് വിളിച്ചു? ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിളിച്ചു. അപ്പൊ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയാണ്. ഒരു ദേശീയ ദുരന്തം എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച ഗാന്ധിജിയുടെ നടപടിയെയാണ് സുഭാഷ് ചന്ദ്രബോസ് എന്തെന്ന് വിളിച്ചത്? ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? റൗലത്ത് നിയമമാണ്. കരി നിയമം എന്നറിയപ്പെടുന്ന റൗലത്ത് ആക്ട്. റൗലത്ത് ആക്ട് വർഷം 1919. ഇപ്പൊ ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് ആണ് റൗലറ്റ് നിയമം നടപ്പിലാക്കിയത്. ജസ്റ്റിസ് സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ റൗലറ്റ് നിയമമാണ്. എന്താണ് ഈ റൗലറ്റ് നിയമം? വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെയും തടവിലിടാനുള്ള അധികാരം ബ്രിട്ടീഷ് ഗവൺമെന്റിന് നൽകിയ നിയമമാണ് റൗലറ്റ് നിയമം. ഇതിനെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് ആര്? കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? റൗലറ്റ് നിയമം. ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് പുതിയ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന 10th പ്രിലിംസ് എക്സാമിന് വേണ്ടി 10th പ്രിലിംസ് ബാച്ച് ഉണ്ട്. അതിൽ ഇപ്പോൾ കഴിഞ്ഞ phase 1 എക്സാമിന്റെ 100 ക്വസ്റ്റ്യൻസിന്റെയും റിലേറ്റഡ് ഫാക്ട്സ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥ ആയ രീതിയിൽ ഞാൻ പഠിച്ച രീതിയിലാണ് ആപ്പിലെ എല്ലാ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഫുൾ സിലബസ് കവറേജ് ആണ്. അപ്പോൾ 10th പ്രിലിംസിന്റെ ക്ലാസ് എടുത്താലും 10th മെയിൻസിന്റെ പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ബാച്ച് ഉണ്ട്. അതുപോലെ ഫയർമാന്റെ ബാച്ച് ഉണ്ട്. ജനറൽ PSC ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ബാച്ച് ഉണ്ട്. വരാനിരിക്കുന്ന കമ്പനി LGS, ബെവ്കോ LD, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാൻ എങ്ങനെയാണോ പഠിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായത് ആ ഒരു രീതിയിലാണ് ക്ലാസ്സുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ക്ലാസ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, SCRT NCRT ക്ലാസ്സുകൾ, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ്സുകൾ വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഒരുപാട് അവസരങ്ങളാണ് വരുന്നത്. ഒന്നും പാഴാക്കരുത്. കിട്ടുന്ന അവസരങ്ങളിൽ കയറി പോകാൻ വേണ്ടി നോക്കാം.
ഈ റൗലറ്റ് ആക്ടിന്റെ ഔദ്യോഗിക നാമം എന്താണെന്ന് ചോദിച്ചാൽ അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട്. അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ മാസം 13. അപ്പൊ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ റൗലറ്റ് നിയമമാണ്. റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് ആരെല്ലാം ചേർന്നിട്ടാണ്? സെയ്ഫുദ്ദീൻ കിച്ചിലും ഡോക്ടർ സത്യപാലും. അപ്പോൾ ഇവരുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാനായി 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ തടിച്ചുകൂടി. ഈ ജനങ്ങൾക്ക് എതിരെ, സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറിന്റെ പേരാണ് മൈക്കിൾ ഒ ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണെന്ന് ചോദിച്ചാൽ ജനറൽ റെജിനാൾഡ് ഡയർ. ഈ രണ്ടു പേരും കൂടി മാറിപ്പോയത്, രണ്ടും ഡയർ ആണ്. പഞ്ചാബ് ഗവർണറുടെ പേര് മൈക്കിൾ ഒ ഡയറും. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണെന്ന് ചോദിച്ചാൽ ജനറൽ റെജിനാൾഡ് ഡയറുമാണ്. അടുത്ത ചോദ്യം, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആർക്കാണ്? ഉദ്ധം സിംഗിനാണ്. അപ്പൊ ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഉദ്ധം സിംഗിന്റെ പേരും നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആരാണ് ഈ ഉദ്ധം സിംഗ്? ഈ മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വിപ്ലവകാരിയാണ് ഉദ്ധം സിംഗ്. പഞ്ചാബ് ഗവർണറായ മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വിപ്ലവകാരി ആരാണ്? ഉദ്ധം സിംഗ് ആണ്. ഇതിന്റെ പേരിൽ ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയ വർഷം 1940 ജൂലൈ മാസം 31. അപ്പൊ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനുമായി ബന്ധമുള്ളത് ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, ഭഗത് സിംഗ് എന്നിവർക്കാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? 30, 31, 32 കാലഘട്ടത്തിലായിട്ടാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്. അംബേദ്കർ ആണ് പങ്കെടുത്തത്. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. അടുത്ത 2 ചോദ്യങ്ങളും PSC ഡിലീറ്റ് ചെയ്തേ. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആരാണ്? ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാര്? വൈകുണ്ഠസ്വാമികളാണ്. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചതാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത്. അതിന്റെ പത്രാധിപരായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924-25 കാലഘട്ടത്തിലാണ്. 2 വർഷം ഉള്ളതുകൊണ്ട് ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആര്? കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതി അല്ലാത്തത് ഏതാണ്? പാഞ്ചാലി ശബദത്തിന്റെ രചയിതാവാരാണ്? സുബ്രഹ്മണ്യ ഭാരതി. എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളാണ്. അടുത്ത ചോദ്യം, സതി എന്ന ശ്രദ്ധേയമായ ചിത്രം താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സതി നന്ദലാൽ ബോസ് ആണ്. ഹിസ്റ്ററി വിഭാഗത്തിലെ ചോദ്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് കുറച്ച് ചോദ്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യുന്നത്. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് തയ്യാറാക്കിയത്. അടുത്ത ചോദ്യം, INA രൂപീകരിച്ചത് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് ആണ് INA രൂപീകരിച്ചത്. ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയതാര്? ലിട്ടൺ പ്രഭു. നിർത്തലാക്കിയതാരാണ്? റിപ്പൺ പ്രഭു. ജനകീയനായ വൈസ്രോയിയായ റിപ്പൺ പ്രഭു ആണ് വെർണക്കുലാർ പ്രസ് ആക്ട് അഥവാ പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭു.
വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായ് ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏത്? ശാരദാ സദനാണ്. ശാരദാ സദൻ. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തമായി ആവിഷ്കരിച്ചത് ആര്? ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ച വ്യക്തി ആരാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തി ആര്? ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഏഷ്യക്കാരൻ ആരാണ്? ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഏത് പ്രസിദ്ധീകരണത്തിലാണ് പരാമർശിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിൽ. ഇപ്പൊ ദാദാഭായ് നവറോജി സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഏത് പ്രസിദ്ധീകരണത്തിലാണ് പരാമർശിച്ചിരിക്കുന്നത്? ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ. ഈ ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ലാലാ ലജ്പത് റായി ആണ് ഈ പുസ്തകം രചിച്ചത്. ഈ പ്രസിദ്ധീകരണം ആരുടേതാണ്? ദാദാഭായ് നവറോജിയുടേതാണ്. ഇനി ദാദാഭായ് നവറോജി ജനിച്ച വർഷം 1825, മരണപ്പെട്ടത് 1917 ആണ്. 1917. അടുത്ത ചോദ്യം, കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് VO ചിദംബരം പിള്ളയാണ്. VO ചിദംബരം പിള്ള. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീച്ച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ. കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനമായ സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിച്ച വർഷം 1836. 1836. ഇനി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. വേല ചെയ്താൽ കൂലി കിട്ടണം, വേല ചെയ്താൽ കൂലി കിട്ടണം. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെ? അഖിലത്തിരുട്ട്, അമ്മാനെ, അരുൾനൂൽ. അരുൾനൂൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അരുൾനൂൽ, അഖിലത്തിരുട്ട്, അമ്മാനെ എന്നിവ വൈകുണ്ഠസ്വാമികളുടെ പ്രധാന കൃതികളാണ്. ഇദ്ദേഹത്തിന്റെ ഒരു മഹത്തായ വചനമാണ് ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന്, മനുഷ്യന്. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന്, മനുഷ്യന് എന്ന ലോകത്തിന് ഒരു മഹത് വചനം നൽകിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഇദ്ദേഹത്തിന്റെ ദാർശനിക ചിന്താ പദ്ധതി അയ്യാവഴി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അയ്യാവഴി. ഓക്കെ. മഹാവിഷ്ണുവിന്റെ അവതാരമെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വൈകുണ്ഠസ്വാമികൾ വിശേഷിപ്പിച്ചത് എങ്ങനെയായിരുന്നു? വെണ്ണീച്ച ഭരണം. വെണ്ണീച്ച ഭരണം. ഇനി വൈകുണ്ഠസ്വാമികൾ തിരുവിതാംകൂറിലെ ഭരണത്തെ വിശേഷിപ്പിച്ചത് എങ്ങനെയായിരുന്നു? കരിനീച ഭരണം എന്നാണ്. കരിനീച ഭരണം. അടുത്ത ചോദ്യം, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. സവർണ ജാഥ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹം. സവർണ ജാഥ നടത്തിയതാരാണ്? മന്നത്ത് പത്മനാഭൻ. വേദാധികാര നിരൂപണം ആരുടെ കൃതി? വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ചട്ടമ്പി സ്വാമികൾ. താഴെ തന്നിരിക്കുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി ഏത്? ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്തത് ജാതിക്കുമ്മി. ജാതിക്കുമ്മി രചിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര്? 1817 പാർവതിഭായി ആണ്. ഗൗരി പാർവതിഭായി. ഗൗരി പാർവതിഭായി. പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവലാണ് കേരള സിംഹം. ഇത് രചിച്ചതാര്? സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കർ. 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പാലക്കാട്ട് വെച്ച് നടന്നു. ആരുടെ അധ്യക്ഷതയിൽ? ആനി ബസന്റിന്റെ അധ്യക്ഷതയിലാണ്. ആനി ബസന്റിന്റെ അധ്യക്ഷതയിൽ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആര്? ശ്രീ കുമാര ഗുരുദേവനാണ്. PRDS. ശ്രീ കുമാര ഗുരുദേവൻ.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി ആരായിരുന്നു? ചേറ്റൂർ ശങ്കരൻ നായർ, സി ശങ്കരൻ നായർ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്ത ഹിസ്റ്ററി വിഭാഗത്തിൽ നിന്ന് PSC അടുത്തിടെ ചോദിച്ച ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹർഷദം എഡ്യൂടെക് ആപ്പിൽ ക്ലാസ്സുകളൊക്കെ നടന്നു വരികയാണ്. ജോയിൻ ചെയ്യാം, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.